സംരംഭങ്ങൾ, സമ്മാനങ്ങൾ അതൊക്കെ സമസ്തയുടേതായി സമസ്ത സമൂഹങ്ങൾക്കും സമ്മാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അയവിറക്കുന്നതോടൊപ്പം ആദർശവിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന ഏറെ ശ്രദ്ധേയമായ, അതിലേറെ കാലിക പ്രസക്തമായ ഒരു പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് 100ാം വാർഷികം നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ കാസർഗോഡ് ജില്ലയിലെ ഹൃദയഭാഗമായ കാഞ്ഞങ്ങാട് പരിസരത്ത് കൊണിയ എന്ന് പറയുന്ന പ്രദേശത്ത് ഇൻഷാ അല്ലാഹ് ഒരാഴ്ചക്കകം നടക്കുന്നൊരു സാഹചര്യത്തിലാണ് അതിൻ്റെ വിളംബരത്തിൻ്റെ, അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ എല്ലാ അർത്ഥത്തിലും പ്രചണ്ഡ പ്രചരണങ്ങളൊക്കെയും അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു വേളയിലാണ് സകല ആളുകളെയും ആ സമ്മേളനത്തിന്റെ ഭാഗമാവാൻ, ആ ആദർശത്തെ സ്നേഹിക്കാൻ, ആ ആദർശത്തെ സഹിഷ്ണുതയോടെയെങ്കിലും കാണാൻ സകല ആളുകളിലേക്കും ആ സന്ദേശത്തെ കൈമാറുക എന്ന മഹിതമായ ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ സമസ്തയുടെ കീഴ്ഘടകങ്ങളായി പ്രവർത്തിക്കുന്ന ജംഇയ്യത്തുൽ മുഅല്ലിമീനും മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും മാടായി പ്രദേശത്ത് ഈ റേഞ്ചിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഇങ്ങനെ ഒരു വാഹന പ്രചരണ ജാഥ നടത്തുന്നതും അതിന്റെ സന്ദേശം സകല ആളുകൾക്കും സർവർക്കും സസ്നേഹം സമസ്ത 100ാം വാർഷികം അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി സമസ്ത കേരള ജമയത്തുൽ മുഅല്ലിമീൻ, സമസ്ത മദ്രസ മാനേജ്മെൻറ്റ് കമ്മിറ്റി, മാടായി റേഞ്ച് കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചരണ യാത്രയ്ക്ക് പഴയങ്ങാടിയിൽ സമാപനമായി. ആഷിഖ് നിസാമി മുഖ്യ പ്രഭാഷണം നടത്തി. അനീഫ് റഹ്മാനി അധ്യക്ഷത വഹിച്ചു. ഷറഫുദ്ദീൻ നിസാമി, അബ്ദുൾ ഗഫൂർ PV, ഹസൻ അസഹദി തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങളെല്ലാം നേരിട്ട് കണ്ട് അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പരിചയപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഇന്നില്ല. ഇവിടെയുള്ള എല്ലാ മതസ്ഥർക്കും എല്ലാ സഹോദരങ്ങൾക്കും വ്യക്തമായി അറിയാം എന്താണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. ഈ മഹിതമായ പ്രസ്ഥാനം 100 വർഷം പിന്നിടുമ്പോൾ, ഇതിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, ഇവിടെ സാഹോദര്യത്തോട് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് മഹിതമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനമാണ്. നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ ചില ചിത്രശക്തികൾ ഒരു അമ്പലം തകർക്കുമ്പോ, ഒരു ഗോപുരവാതിൽ കത്തിക്കുമ്പോ അവിടെ സമാധാന ദൂതമായി ഓടി വന്നത് പാണക്കാടിന്റെ മൊത്ത പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന മഹാമനീഷിയായിരുന്നു. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ കേരളത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേറ്റം വരെ ഓടി നടന്നത് സമാധാനത്തിന്റെ ദൂതുകളായി മഹാന്മാരായ പാണക്കാട് സാദാത്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിനന്ദരായ ഉസ്താദുമാരായിരുന്നു. പരിശുദ്ധ ഇസ്ലാമിനെ പഠിക്കാൻ, ഇസ്ലാം എന്താണ് ഈ ഭാവന ചെയ്യുന്നതെന്ന് പഠിക്കാൻ എല്ലാവർക്കും തുറന്നു വെക്കപ്പെട്ട ഒരു പുസ്തകം പോലെയാണ് പരിശുദ്ധ ഇസ്ലാം എന്നുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് കീഴിൽ 11,000-ൽ പരം മദ്രസകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾക്ക് ഇസ്ലാം എന്താണെന്ന് പരിചയപ്പെടാൻ രാവിലെ 6:30 മണിക്ക് തുറക്കപ്പെട്ട മദ്രസ അത് 8:30 മണി വരെ അല്ലെങ്കിൽ 9 മണി വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്കും ഏത് സമയം ചെന്നിട്ട് അവിടെ നടത്തുന്ന സിലബസുകൾ എന്താണെന്ന് നോക്കി മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. മെഴുകുതിരിയുടെ വെട്ടത്തിലല്ല മദ്രസകൾ പ്രവർത്തിക്കുന്നത്, ഇരുട്ടിന്റെ മറവിലല്ല മദ്രസകൾ പ്രവർത്തിക്കുന്നത്. എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. പ്രകൃതിയോട് എങ്ങനെ പെരുമാറണമെന്ന് കൃത്യമായി മദ്രസയിലെ പാഠപുസ്തകത്തില് കുഞ്ഞുമക്കളെ പഠിപ്പിക്കുന്നുണ്ട്. തന്റെ സഹോദരനോട്, തന്റെ അയൽവാസിയോട് എങ്ങനെ പെരുമാറണമെന്ന് കൃത്യമായിട്ട് പരിശുദ്ധ ഇസ്ലാം അത് മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അക്രിം ജാറക വലൗ കാന കാഫിറ, നിന്റെ അയൽവാസിയെ ബഹുമാനിക്കണം. അവന്റെ മതം നീ ചോദിക്കരുത്, അവന്റെ ജാതി നീ ചോദിക്കരുത്, അവന്റെ മതം നീ നോക്കരുത്, അവന്റെ ജാതി നീ നോക്കരുത്. ഒരുത്തൻ അപകടം പറ്റി കിടക്കുന്നത് കാണുമ്പോ അത് തന്റെ കൂടെ പുറപ്പാടുള്ള മുഖത്തോടെ നീ അവനെ പിടിച്ചുകൊണ്ട് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ, അവന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നീ ശ്രമിക്കണം. 1000 വർഷം ഇബാദത്ത് ചെയ്തതിനേക്കാൾ പുണ്യം ഒരു സാമൂഹ്യ സേവനമാണ് എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.